വരികയാണെങ്കിൽ ഈ കയ്യിലിരിക്കുന്ന മുഴുവൻ സാധനങ്ങളും ഞാൻ കച്ചവടമാക്കി തരാം. ശരിയാ സത്യാമ്മേ, സാറ് പറഞ്ഞ എല്ലാരും കേൾക്കും. എന്നാലും അത് വേണ്ട. അവിടെ കയറി ശരിയാവില്ല. ഫ്രണ്ട് ഗേറ്റിൽ കൂടെ കയറണ്ട. അല്ലെങ്കിൽ തന്നെ സത്യാമ്മ വരുന്നതൊക്കെ ആര് കാണാനാ? ഇതൊക്കെ നോക്കിയിരിക്കാനാണോ ആൾക്കാർക്ക് സമയം? എന്നാലും അത് കുഴപ്പമില്ലെന്നേ, ഞാനിവിടെ ഉണ്ടാവും. ധൈര്യമായിട്ട് വന്നോളൂ. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളെല്ലാം ഞാൻ ചെയ്തു തരാം. കച്ചവടം ചെയ്യാനല്ലേ വരുന്നത്, അതൊരിക്കലും ഒരു കുറച്ചിലായി കാണുന്നത് എന്തിനാ? അങ്ങോട്ട് വന്നേക്കണം. എല്ലാ സ്റ്റാഫിനെ ഒരുക്കി നിർത്തുന്ന കാര്യം ഞാൻ ഏറ്റു. അപ്പൊ ശരി, വണ്ടി എടുക്ക. എന്തായാലും അയാൾ അത്രയും പറഞ്ഞതല്ലേ, നിങ്ങളും ചെന്ന് നോക്ക്. ഇത് മുഴുവൻ വിറ്റ് കിട്ടിയാൽ ലാഭമല്ലേ? എന്നാലും അത് ഇത് കളക്ടർക്കിട്ടുള്ളൊരു പണിയാണോ? ഇവരുടെ കച്ചവടം ഞാനിന്ന് പൂട്ടിക്കാം. അതിന് നമ്മുടെ കുറച്ച് ആളുകൾ അവിടെ തയ്യാറാക്കിക്കോണം. അതെ, നൂർജഹാൻ അവിടെ? അവൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഞങ്ങൾ വന്നിരിക്കുന്നേ. അവരെ ഇറക്കി വിട്. എന്റെ സാറേ ഈ കേസിന് കൂട്ടുനിൽക്കരുത്. കാരണം അവര് രണ്ടുപേരും നിയമപരമായി വിവാഹം കഴിച്ചവരാ. ആ സ്ഥിതിക്ക് അവരെ ജീവിക്കാൻ വിടുന്നല്ലേ ശരിയായ നടപടി. ഗോപാലകൃഷ്ണൻ, നിങ്ങൾക്ക് തെറ്റി. അവരെ രണ്ടുപേരെയും നാട്ടുകാരെ അറിഞ്ഞു വിവാഹം കഴിപ്പിക്കാൻ അബൂബക്കർ തയ്യാറാണ്. ഞാനിപ്പോ വന്നത് അനൂപിന്റെ പേരിൽ ഒരു തല്ലുകേസുണ്ട്. അവനെ കണ്ട അതിന്റെ കാര്യങ്ങൾ തിരക്കണം. അവനെ വിളിക്കും. എന്നിട്ട് അവരുടെ മുന്നിൽ വെച്ച് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. സാറേ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പച്ചക്കള്ളമാണെന്ന് എനിക്കറിയാം. ഈ അബൂബക്കറിനെ ശരിക്കും അറിയാവുന്നവർക്കും അറിയാം. എന്റെ സാറിനോട് എനിക്ക് ബഹുമാനവും ആദരവും ഉണ്ട്. അതുകൊണ്ട് പറയാ, അവർ നിയമപരമായി വിവാഹം കഴിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാനുള്ള വലിയൊരു യാത്രയിലാണ്. ഇതായിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അവർ ജീവിക്കട്ടെ. ഇയാൾക്ക് നാട്ടുകാരെ വിളിച്ച് കല്യാണം നടത്തണമെന്ന് അത്ര വലിയ ആഗ്രഹമുണ്ടെങ്കിലേ പല സമൂഹവും നടത്തട്ടെ. ആ പിള്ളേരെ അങ്ങ് വിട്ടേക്ക്. ഞാൻ IG ഹമീദാണ്. നൂർജഹാന്റെ അനൂപിന്റെ ഫോൺ നമ്പറുകൾ ട്രേസ് ചെയ്യാൻ സൈബർ സെല്ലിൽ വിളിച്ചു പറയണം. രണ്ടുപേരെയും കേരളം വിടാൻ അനുവദിക്കരുത്. വാടോ, അവൻ അങ്ങനെ മിടുക്കനാവാൻ നോക്കണ്ട. വാ. നീ നൂർജഹാനെ വിളിച്ചോണ്ട് കാറിലേക്ക് കയറും. എന്താ ഹമീദ് സാറേ നോക്കിയിരിക്കുന്നത്? ഇവനെ അറസ്റ്റ് ചെയ്യാൻ പറ. അവന്റെ ഒപ്പം നൂർജഹാനെ പോകാൻ അനുവദിക്കരുത്. ഹലോ, ഒരു മിനിറ്റ്. ഈ നിയമം അറിയുന്ന ഒരു പരസ്പരം കാര്യങ്ങൾ സംസാരിച്ച സ്ഥിതിക്ക് നിയമം അറിയാത്ത നമ്മളെപ്പോൾ ഒരു കാഴ്ചക്കാരായി നോക്കിക്കാനേ പാടുള്ളൂ. മനസ്സിലായ? അതല്ലെങ്കിൽ ഈ വലിയ വലിയ ആൾക്കാർ സംസാരിക്കുന്ന സ്ഥലത്ത് നമ്മളെപ്പോലുള്ളവർക്ക് എന്താണ് കാര്യം എന്ന് ഇവരെന്നെ ചോദിക്കും. കേട്ടിട്ടില്ലേ, പൂച്ചയ്ക്ക് എന്താ പൊന്നൊരുക്കുന്നിടത്ത് കാര്യമൊന്നും?
ഹമീദ് സാറേ, കാര്യങ്ങളൊക്കെ ഹമീദ് സാറിന് മനസ്സിലായ പോലെ കൂട്ടുകാരനങ്ങോട്ട് മനസ്സിലായിട്ടില്ല. ഇവര് നിയമപരമായി വിവാഹം കഴിച്ചുകൊണ്ടാണ് വർഷങ്ങൾക്ക് മുമ്പുണ്ടായ കത്തിക്കുത്ത് കേസില് അനൂപിനെ ഉൾപ്പെടുത്തിയതെന്നും അതിന് കളക്ടർ നേരിട്ടെത്തി തെളിവ് സഹിതം അനൂപ് നിരപരാധിയാണെന്ന് പറയുകയും ചെയ്തപ്പോ കളി ഇവിടെ അവസാനിപ്പിച്ചേ അല്ലേ? ഇനിയിപ്പോ ഇത് കോടതി പോയ വാദി പ്രതിയാവുന്ന് ഹമീദ് സാറിന് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അല്ല അതുകൊണ്ടാണ് ഹമീദ് സാർ മിണ്ടാതിരിക്കുന്നത് എനിക്കറിയാം. അല്ല ഹമീദ് സാറ്, അപ്പൊ എങ്ങനെയാ ഈ കേസ് ഇവിടെ തീരല്ലേ? തീരുകയില്ലെങ്കിൽ നൂർജഹാൻ എന്ന പെൺകുട്ടിയുടെ സ്വത്ത് തട്ടിയെടുക്കാനായി അബൂബക്കർ നൂർജഹാനെ ക്രൂരമായി ഉപദ്രവിച്ചതടക്കം നൂർജഹാന് കോടതിയിൽ പറയേണ്ടി വരും. പിന്നതേ ഇയാള് കാണിച്ച ക്രൂരതകൾ അനൂപിനെ കെട്ടിയിട്ട് തല്ലിയതടക്കം കേസാക്കിയാലേ ഹമീദ് സാറിന്റെ ഒരു സ്വാധീനത്തിനും അബൂബക്കറിനെ രക്ഷിച്ചെടുക്കാൻ കഴിയില്ല. ഒരു തുറന്ന യുദ്ധത്തിന് IPS-ഉം IAS-ഉം തമ്മിൽ നിൽക്കണം. അതും ഈ പാവം പിടിച്ചൊരു പെൺകുട്ടിയെയും ചെറുപ്പക്കാരനെയും തമ്മിൽ അകറ്റാൻ വേണ്ടിയുള്ള ഈ തരം താഴ്ന്നൊരു കളിയില്. എന്തൊക്കെ വാദപ്രതിവാദങ്ങൾ നടത്തിയാലും ബാപ്പ നഷ്ടപ്പെട്ട ഒരു പെണ്ണിന്റെ കണ്ണീരിന് മുന്നിൽ ഏത് കോടതിയാ കണ്ണു തുറക്കാതിരിക്കുക?